തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ശ്രീലേഖ സിവിൽ സർവീസ് പാസ്സായിട്ടുണ്ടോ? ഒരുമാതിരി മറ്റേടത്തെ ചോദ്യമായി പോയി എന്നായിരിക്കും ഇത് കേൾക്കുന്നവർ പലരും പ്രതികരിക്കുക. ശ്രീലേഖ സിവിൽ സർവീസ് പാസ്സായിട്ടുണ്ടെന്നും അവരുടെ പേരിൻ്റെ പിറകിൽ IPS ഉണ്ടെന്നും, എന്നാൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ IPS പോലെയുള്ള പദവികൾ പേരിന് പിറകിൽ ഉപയോഗിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് കൊണ്ടാണ് വെറും ശ്രീലേഖ എന്ന് ഇവരെ ഇപ്പോൾ വിളിക്കുന്നതെന്നുമൊക്കെ നമുക്കറിയാം. ഇതെല്ലാം കഴിഞ്ഞ 1-2 ആഴ്ചകളായി വാർത്തകളായി നമുക്ക് മുന്നിൽ എത്തുകയാണ്. അപ്പോൾ പിന്നെ ശ്രീലേഖ സിവിൽ സർവീസ് പാസ്സായിട്ടുണ്ടോ എന്ന ചോദ്യം ഒരു അനാവശ്യ ചോദ്യമല്ലേ എന്നായിരിക്കും എല്ലാവരും കരുതുന്നത്. എന്നാൽ പലർക്കും അതൊരു അനാവശ്യ ചോദ്യമായി തോന്നില്ല. സിവിൽ സർവീസ് പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകേണ്ട കാര്യങ്ങളേ അല്ല ശ്രീലേഖയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന സിവിൽ സർവീസിലെ ഉയർന്ന പദവി കൈകാര്യം ചെയ്തിരുന്ന ശ്രീലേഖ തൻ്റെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചെങ്കിലും സ്വന്തം ജീവിതത്തിൽ അതിൻ്റെ ക്വാളിറ്റി കുറച്ചുപോലും കാണിക്കുന്നില്ല എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സംഭവമുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടുന്ന തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ചൊവ്വാഴ്ച രാവിലെ ശ്രീലേഖ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. പോസ്റ്റിന് ആധാരം ഒരു തെരഞ്ഞെടുപ്പ് പ്രീ പോൾ സർവേ ഫലമായിരുന്നു. ശ്രീലേഖ ഫേസ്ബുക്കിൽ പങ്കുവച്ച ആ സർവേ ഫലത്തിൽ 60 സീറ്റുകൾ വരെ BJP പിടിക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. C4 സർവേ പ്രീ പോൾ ഫലം എന്ന പേരിലാണ് ഈ സംഗതി ശ്രീലേഖ പ്രചരിപ്പിച്ചത്. അതിൽ പറയുന്ന കാര്യങ്ങളാണ് രസകരം. BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ 60 മുതൽ 65 സീറ്റുകൾ വരെ നേടുമെന്നും, അതേസമയം ഇടതുപക്ഷം 28 മുതൽ 35 വരെ സീറ്റുകൾ നേടുന്നതിലേക്ക് ഒതുങ്ങുമെന്നും, കോൺഗ്രസ് നയിക്കുന്ന UDF 8 അല്ലെങ്കിൽ 9 സീറ്റുകൾ മാത്രമേ നേടുകയുള്ളൂ എന്നുമാണ് സർവേ ഫലത്തിൽ പറയുന്നത്. BJP സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഈ സർവേയിൽ പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ശ്രീലേഖ പങ്കുവച്ച ആ പോസ്റ്റിൻ്റെ ആധികാരികത ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാന പോലീസ് സേനയിൽ ഇത്രയും വലിയ ഉദ്യോഗത്തിലിരുന്ന ഒരു വ്യക്തി ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ ആധികാരികത പരിശോധിച്ചില്ലേ എന്ന ചോദ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞ സംഗതിയിലേക്ക് വിരൽ ചൂണ്ടുന്നത്. സിവിൽ സർവീസ് പോലെയുള്ള രാജ്യത്തെ ഏറ്റവും ഉയർന്ന പരീക്ഷ പാസ്സായി ഇന്ത്യൻ പോലീസ് സർവീസിൽ ഉദ്യോഗസ്ഥയായ ശ്രീലേഖ പിന്നീട് BJP രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും അതിനുശേഷം കാണിച്ചു കൂട്ടുന്ന പല കാര്യങ്ങളും സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്തതാണെന്നുമുള്ള വിമർശനങ്ങൾ നേരിട്ടിരുന്നു. അത്തരത്തിലുള്ള ഒരു സംഗതി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ശ്രീലേഖ ഫേസ്ബുക്കിൽ പങ്കുവച്ച പ്രീ പോൾ സർവേയുടെ റിസൾട്ട്. സത്യം പറയാമല്ലോ, ഇത്തരത്തിലൊരു സർവേ നടന്നതായോ ആ സർവേയിൽ ശ്രീലേഖ പങ്കുവച്ചതുപോലെയുള്ള ഒരു ഫലം ലഭിച്ചതായോ ഒന്നും യാതൊരു വിവരവുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശ്രീലേഖ പോസ്റ്റിൽ പറയുന്നത് പോലെ C4 സർവേ നടത്തിയെന്നോ അതുമായി ബന്ധപ്പെട്ട ഫലം പ്രസിദ്ധീകരിച്ചെന്നോ ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ BJP നടത്തിയ പ്രചരണങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ ഏതോ ഒരു പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് വളരെ ആധികാരികം എന്ന നിലയിൽ ശ്രീലേഖ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഭവം പോസ്റ്റ് ചെയ്ത് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ശ്രീലേഖ അത് ഡിലീറ്റ് ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രീ പോൾ സർവേ ഫലം പോസ്റ്റ് ചെയ്യുന്നത് ചട്ടലംഘനമാണെന്നുള്ള തിരിച്ചറിവാണോ അതോ പോസ്റ്റ് ചെയ്ത തിരഞ്ഞെടുപ്പ് ഫലം വ്യാജമായിരുന്നു എന്ന തിരിച്ചറിവാണോ എന്നറിയില്ല. പോസ്റ്റ് അവർ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. ഇതിലെ ഈ സർവേ നടത്തി എന്ന് പറയുന്ന സെന്റർ ഫോർ ഫോർകാസ്റ്റിംഗ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനം 2025 തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രീ പോൾ സർവേയും നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. മാത്രമല്ല, ശ്രീലേഖ പ്രചരിപ്പിച്ച പോസ്റ്ററിലെ C4 എന്ന പേര് തങ്ങളുടേതല്ലെന്നും വ്യാജമായി സൃഷ്ടിച്ച സർവേ ഫലങ്ങളാണിതെന്നും അധികൃതർ പ്രസിദ്ധീകരിച്ചതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും എന്ന പഴയ IPSകാരിയുടെ വിശ്വാസം ഇവിടെ തകരുകയാണ് എന്ന് മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള ഒരു വലിയ സർവേ ഫലം, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചുള്ള ഒരു സർവേ ഫലമൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണമോ പരിശോധനയോ ഒന്നും ഈ മുൻ IPS ഉദ്യോഗസ്ഥർ നടത്തുന്നില്ല എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു വലിയ കള്ളം ശ്രീലേഖ തിരഞ്ഞെടുപ്പ് ദിവസം അതിരാവിലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്? അതിനൊരു 5 വർഷം പിന്നിലേക്ക് പോകണം. അതായത് 2020 തിരഞ്ഞെടുപ്പ് കാലത്തേക്ക്. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ C4 ഒരു പ്രീ പോൾ സർവേ നടത്തുകയും അതിൻ്റെ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് C4 നടത്തിയ സർവേയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം LDF നിലനിർത്തുമെന്നായിരുന്നു പ്രധാന പ്രവചനം. അതേസമയം BJP ശക്തമായ മുന്നേറ്റം നടത്തുമെന്നും
UDFനെ മറികടന്ന് കോർപ്പറേഷനിലെ രണ്ടാമത്തെ വലിയ ശക്തിയായി മാറുമെന്നും സർവേ പ്രവചിച്ചിരുന്നു. അന്ന് ആ സർവേ ഫലത്തിൽ വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. LDF തിരുവനന്തപുരം കോർപ്പറേഷനിൽ 40 മുതൽ 46 സീറ്റുകൾ വരെ നേടും എന്നും BJP 30 മുതൽ 36 സീറ്റുകൾ വരെ നേടുമെന്നും വ്യക്തമാക്കിയിരുന്നു. അതേസമയം UDF 21 മുതൽ 27 വരെ സീറ്റുകളിൽ ഒതുങ്ങുമെന്നും മറ്റുള്ളവർ 2 മുതൽ 4 വരെ സീറ്റുകൾ പിടിക്കാൻ സാധ്യതയുണ്ടെന്നും ആ സർവേയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സർവേ ഫലം ഇത്തരത്തിലായിരുന്നെങ്കിലും യഥാർത്ഥ ഫലം പുറത്തു വന്നപ്പോൾ LDF 51 സീറ്റുകൾ നേടി അധികാരം പിടിച്ചു. BJP 35 സീറ്റുകൾ നേടിയപ്പോൾ UDF 10 സീറ്റുകളിൽ ഒതുങ്ങി. അതേസമയം മറ്റുള്ളവർ 4 സീറ്റുകൾ സ്വന്തമാക്കി. ഒരർത്ഥത്തിൽ നോക്കിയാൽ ഈ സർവേ ഫലം യാഥാർത്ഥ്യവുമായി അടുത്തു നിൽക്കുന്ന ഒന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് നമുക്ക് മാത്രമല്ല BJPക്കാർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ആ പഴയ ഓർമ്മ വച്ച് ഈ വർഷത്തെ സർവേ എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് സർവേ ഉണ്ടാക്കിയെടുത്ത് ശ്രീലേഖയെ പോലെയുള്ള ഒരു പ്രമുഖ വ്യക്തിയെ ബലിയാടാക്കിക്കൊണ്ട് BJPക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പടച്ചുവിട്ടത്. എന്തായാലും സംഭവം ക്ലിക്കായില്ല എന്ന് മാത്രമല്ല, പോസ്റ്റ് പങ്കുവച്ച ശ്രീലേഖ IPSനെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില ചോദ്യങ്ങൾ ഉയർന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥിയായ ശ്രീലേഖ സിവിൽ സർവീസ് പാസ്സായിട്ടുണ്ടോ എന്ന് പലരും ചോദിച്ചതും ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇതിനിടയിൽ പുറത്തു വന്ന 2 കാര്യങ്ങൾ, അതായത് തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാധ്യമങ്ങളിലൂടെ വാർത്തയായ 2 സംഗതികൾ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീണ്ടും LDF ഭരണമാണെന്ന് ഉറപ്പിക്കുന്ന സൂചനകളായി നമുക്ക് കണക്കുകൂട്ടാം. കഴിഞ്ഞ ദിവസം ഏകദേശം ഉച്ചയോടെ തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിക്കവേ വഞ്ചിയൂരിൽ സംഘർഷം എന്നൊരു വാർത്ത വന്നിരുന്നു. CPM കള്ളവോട്ട് ചെയ്തെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു എന്നുള്ളതായിരുന്നു സംഘർഷത്തിന് കാരണമായത്. മാത്രമല്ല, അവിടെ ആ ബൂത്തിൽ റീപോൾ വേണമെന്നും BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടു എന്നും വാർത്തകളുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും രസകരമെന്ന് പറഞ്ഞാൽ 1-2 കള്ളവോട്ടുകൾ ചെയ്തു എന്നല്ല BJP പ്രവർത്തകർ ഇവിടെ ആരോപിക്കുന്നത്. വഞ്ചിയൂരിലെ 1-ാം ബൂത്തിൽ 250-ലേറെ കള്ളവോട്ടുകൾ CPM ചെയ്തെന്നാണ് ആരോപിച്ചത്. വഞ്ചിയൂരിൽ താമസിക്കാത്ത ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിച്ചെന്നും അത് കള്ളവോട്ടാണെന്നുമൊക്കെയാണ് BJP പ്രവർത്തകർ പറഞ്ഞത്. സ്വാഭാവികമായും BJPയുടെ ആരോപണം നിഷേധിച്ച് CPM രംഗത്തെത്തി. ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുമെന്നൊക്കെ BJP നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ത്രികോണ മത്സരം നടക്കുന്നൊരു ഡിവിഷനായിരുന്നു ഈ പറയുന്ന വഞ്ചിയൂർ. ഈ വാർഡ് വിഭജനം വന്നപ്പോൾ വാർഡ് CPMന് ജയിക്കാൻ വേണ്ടി വെട്ടിമുറിച്ചു എന്നൊക്കെ BJP അന്ന് ആരോപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കള്ളവോട്ട് ചെയ്തു എന്ന ആരോപണവുമായി, അതും 250-ലേറെ കള്ളവോട്ടുകൾ ചെയ്തു എന്ന ആരോപണവുമായി BJP രംഗത്തെത്തുമ്പോൾ അതിനർത്ഥം വഞ്ചിയൂരിൽ BJP തോൽവി മണക്കുന്നു എന്ന് തന്നെയാണ്. ഇത് വഞ്ചിയൂരിലെ മാത്രം കാര്യമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറെക്കുറെ എല്ലാ വാർഡുകളിലെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്തുകൊണ്ടാണ് BJPക്ക് ഇത്തവണ ആത്മവിശ്വാസമില്ലാതായത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രധാന ഉത്തരം തിരുമല അനിൽ എന്ന കൗൺസിലറുടെ ആത്മഹത്യയാണ്. അത്യാവശ്യം ജനകീയനായ, സാധാരണക്കാർക്ക് വളരെ പ്രിയപ്പെട്ടവനായ തിരുമല അനിൽ എന്ന കൗൺസിലർ BJP നേതാക്കളുടെ വഞ്ചനയിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൻ്റെ അലയൊലികൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്തും BJPയെ വിട്ടുപോയിട്ടില്ല. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന പ്രസിഡന്റായി അധികാരമേറ്റതിനെ തുടർന്ന് കൈക്കൊള്ളുന്ന പല തീരുമാനങ്ങളും BJP നേതാക്കളെയും അതുപോലെ സാധാരണക്കാരായ BJP പ്രവർത്തകരെയും കണക്കിലെടുക്കാതെയാണ് എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് താൻ ഇത്തവണ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകും എന്ന് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പ്രഖ്യാപനമെത്തിയത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇപ്പോഴത്തെ വലങ്കൈ BJP മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് S. സുരേഷാണ്. മലയാളം കുരച്ചു മാത്രം അറിയാവുന്ന രാജീവ് ജിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന ജോലിയാണ് സുരേഷിൻ്റേത് എന്നാണ് BJPയിൽ തന്നെയുള്ള സംസാരം. എന്തായാലും ഇരുവരുടെയും സംഘടനാ പ്രവർത്തനം BJP അണികളെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീലേഖ IPSൻ്റെ മണ്ഡലം പോസ്റ്റും 250-ലേറെ വോട്ടുകൾ കള്ളവോട്ട് ചെയ്തു എന്നാരോപിച്ചുള്ള BJP നേതാക്കളുടെ ഷോയുമൊക്കെ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സൂചനകളായി തന്നെ നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. ഇനി കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചുമതലക്കാരനായ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് K. മുരളീധരൻ കഴിഞ്ഞ ദിവസം വലിയൊരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ ഇരട്ട വോട്ടുണ്ടായെന്നും CPM വ്യാജന്മാരെ രംഗത്തിറക്കിയെന്നുമാണ് മുരളീധരൻ ആരോപിച്ചത്. മന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മന്ത്രി എന്ന് പറയുമ്പോൾ അത് V. ശിവൻകുട്ടിയാണെന്ന് തോന്നുന്നു.
UDF സ്ഥാനാർത്ഥി ക്യാമറ വെക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നും എന്നാൽ 7 മണിക്ക് ക്യാമറ സ്ഥാപിച്ചില്ല എന്നും പകരം ക്യാമറ സ്ഥാപിച്ചത് 8 മണിക്കാണെന്നുമൊക്കെയാണ് ആരോപണം. മാത്രമല്ല ട്രാൻസ്ജെൻഡറുകൾക്കെതിരെ വളരെ വിവാദമായൊരു പ്രസ്താവനയും അദ്ദേഹം നടത്തി. ശ്രീകണ്ഠേശ്വരം ഭാഗത്തുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ മറ്റു സ്ഥലത്തും വോട്ട് ചേർത്തു എന്നാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് മത്സരിക്കാൻ സീറ്റ് നൽകിയത് കോൺഗ്രസ് ആണെന്നും എന്നാൽ CPM ഇവരെ ഉപയോഗിക്കുന്നത് കള്ളവോട്ട് ചെയ്യാനാണെന്നും അദ്ദേഹം പറയുകയായിരുന്നു. എന്തായാലും വി മുരളീധരൻ്റെ ഈ പ്രസ്താവന വിവാദമായിട്ടുണ്ട്. വോട്ട് ചലഞ്ച് ചെയ്തപ്പോൾ ചലഞ്ച് ചെയ്യാനുള്ള ഫോറം തീർന്നു എന്ന് പറഞ്ഞു എന്നും തുടക്കം മുതൽ LDF സ്ഥാനാർത്ഥിയുടെ പേര് മാറ്റിയാണ് തുടങ്ങിയത് എന്നുമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ എത്ര കള്ളവോട്ട് ചെയ്താലും തിരുവനന്തപുരം നഗരം UDF തന്നെ ഭരിക്കുമെന്നും വ്യാജന്മാരെ രംഗത്തിറക്കിയതിൽ കാര്യമില്ലെന്നുമൊക്കെ പറഞ്ഞ പുള്ളി എത്ര സീറ്റുകൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് നേടുമെന്നുള്ളതും ചൂണ്ടിക്കാട്ടി. കൃത്യം 55 സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്നാണ് പുള്ളി പറഞ്ഞത്. കോൺഗ്രസ് നേതാവ് K മുരളീധരൻ്റെ പ്രസ്താവനയും അതുപോലെ വഞ്ചിയൂർ വാർഡിൽ CPM 250ഓളം കള്ളവോട്ടുകൾ ചെയ്തു എന്ന BJP ആരോപണവും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇടതുപക്ഷ തുടർഭരണത്തിൻ്റെ സൂചനകൾ തന്നെയാണെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. എല്ലാ സമയത്തും ഫലപ്രഖ്യാപനത്തിന് ശേഷം പറയുന്ന കാരണങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നേയുള്ളൂ. പക്ഷേ അതിനൊപ്പം തന്നെ കയ്യിൽ കിട്ടുന്നതെന്തും വാരി വലിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുന്ന മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയും സംസ്ഥാന DGPയുമായിരുന്ന ആ ശ്രീലേഖയുടെ സ്വഭാവം വേറിട്ട് നിൽക്കുകയാണ്.